ഓക്കെ സാർ. ആ ഓക്കെ സാർ. സാറേ ഈ അടുത്ത പ്രോഗ്രാമൊക്കെ വരുമ്പോഴേ നമ്മൾ ഒന്ന് പരിഗണിക്കണേ. എടാ അത് നടക്കുമെന്ന് തോന്നണില്ല. ആ ക്യാരക്ടറിനെ പറ്റി വേറെ ആളായി സെലക്ട് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് ലൈഫല്ലേ നിന്റെ നമ്മുടെയൊക്കെ. ഇതൊക്കെ പോവാണെങ്കിൽ പോട്ടാ, ഇതൊക്കെ നമുക്ക് സ്ഥിരമായതല്ലേ. നമ്മൾ വന്ന വഴിക്ക് ഒരു പുല്ല് പോലും മുളയ്ക്കൂല. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു ഫോൺ കോൾ വരുമ്പം ഉള്ളിൽ ആന്തരടാ, കടക്കാരാണോന്ന് ഓർത്തേ. എന്ത് ചെയ്യണം എന്നറിയില്ല. മുന്നോട്ടേക്കൊന്നും ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. എന്നെയൊക്കെ ഇവിടെ തേച്ചിട്ട് പോകാനുള്ള കാരണം നിങ്ങൾ ചോദിച്ചില്ലേ? അതിന്റെ കാര്യം എന്താണെന്നറിയാം, എനിക്കൊന്നും നല്ല ജോലിയില്ലെന്ന് പറഞ്ഞാൽ ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത ജോലികളില്ലടാ. ഓരോരുത്തർ എന്നെ സേവ് ചെയ്തൊക്കെ എന്താണെന്നറിയോ? അബു കാറ്ററിംഗ്, അബു ആക്രി, അബു കക്കൂസ് ഒഴിന്ന് വരെയാണ് സേവ് ചെയ്തേക്കുന്നത്. 10 പോലും പാസ്സാവാത്ത അവർക്ക് സർക്കാർ ജോലിക്കാരനെ വേണം. അണ്ണാ നിങ്ങൾ ഇതെല്ലാം കേട്ടാ? കേട്ട് നിങ്ങളെന്താണ് ഒന്നും പറയാത്തെ? ഒന്നിൽ ഞാൻ ജീവിതം ഇത്ര കണ്ട ആളല്ലേ. നീയൊക്കെ എന്താടാ ജീവിതം മനസ്സിലാക്കി വെച്ചേക്കണേ? നിന്റെ എൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? രാവിലെ എണീക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, രാത്രി ഭക്ഷണം കഴിക്കണു, കിടക്കുന്നു, സെയിം ലൂപ്പ്. പിന്നെ എങ്ങനെയാടാ ഗതി പിടിക്കണേ? ഗതി പിടിക്കണം എന്ന് പറയണമല്ലാതെ ഗതി പിടിക്കാനായിട്ട് എന്താ ചെയ്യണേ? ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് പൊളിക്കാനും പറ്റുന്നില്ല. ഞാനൊക്കെ എവിടെയോ വണ്ടി ഇടിച്ച് കിടക്കുന്ന അറബിയെ രക്ഷിച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു വൈബിലാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതി പിടിക്കില്ലടാ, ഗതി പിടിക്കില്ല. ഒരു വെട്ടം തെളിയുന്നുണ്ട്. അതെ പണിയുണ്ട്. എല്ലാം ശരിയാവൂടാ.